നോമ്പായ പിന്നെ നമുക്ക് വീഡിയോസൊന്നും ഇടാൻ സമയം കിട്ടിയിട്ടില്ല. എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു നോമ്പ് തുറയുടെ വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. വഴിക്കടവ് നാടുകാണി ചുരം കയറുന്ന സൈഡിൽ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് മൗണ്ടൻ പാസ് റെസിഡൻസി എന്ന് പറഞ്ഞ പുതിയൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ നോമ്പ് തുറക്കാനായിട്ട് നമുക്ക് സൗകര്യം അവൈലബിൾ ആണ്. അത് കൂടാതെ ഇവിടെ റൂംസ് അവൈലബിൾ ആണ്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ കയറി പോകുമ്പോൾ തന്നെ നമുക്ക് ഇരിക്കാനും അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്കുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ചുരത്തിൻ്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി നമ്മളെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ്. അത് ഒരുപാടൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നോമ്പ് തുറക്കുന്ന നേരത്താണ് നമ്മൾ കയറിപ്പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നിസ്കരിക്കാനുള്ള പ്രെയർ റൂമും കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അവിടെ കുപ്പായം എല്ലാം അവൈലബിൾ ആണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നോമ്പ് തുറക്കാനുള്ള ഹോളിലോട്ടാണ്. ഇത് ഒരു ഹോളാണ്. അത് കൂടാതെ 2-3 ഹോൾ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹോളിലാണ് കയറിയത്. അപ്പോൾ നമ്മളിവിടെ പ്രീ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കയറി ചെന്നിട്ട് നമ്മൾ പെർ ഹെഡാണ് ഇവിടെ ക്യാഷ് ഇവർ ചാർജ് ചെയ്യുന്നത്. അതെന്ന് പറയുമ്പോൾ എക്സ്ട്രാ മെനു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ഐറ്റം വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അതിൻ്റെ നമ്മൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ പേ ചെയ്യണം. പക്ഷേ ഇവരുടെ മെനുവിൽ തന്നെ ഈ പെർ ഹെഡിൽ തന്നെ അത്യാവശ്യം ഐറ്റംസ് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ ഒന്നും പറയേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നോമ്പ് തുറക്കുന്നത് ഡേറ്റ്സും ഫ്രൂട്ട്സും വെച്ചിട്ടാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ 2 ജ്യൂസ് ഉണ്ടായിരുന്നു. ഒന്ന് വാട്ടർമെലൺ ജ്യൂസും പിന്നെ ചിക്കു ഷേക്കുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് സമൂസയായിരുന്നു സ്നാക്കായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്തു, നിസ്കരിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും മെയിൻ മീലിനിരുന്നു. ബൊഫേ സെറ്റപ്പ് ആയിരുന്നു. ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആയിരുന്നു. റൈസ് തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ അപ്പം ഐറ്റംസ് ആയിട്ട് നാൻ ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, അതിലോട്ട് മട്ടൻ കുറുമ ഉണ്ടായിരുന്നു, ബീഫിൻ്റെ ഐറ്റമായിട്ട് ബീഫ് റിബ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഇടിയിറച്ചി ഉണ്ടായിരുന്നു, പിന്നെ സലാഡ്, പിന്നെ ചിക്കൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. 2 തരം അൽഫാം, ടിക്ക, കബാബ്, പിന്നെ ഹണി ചിക്കൻ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ കൂടാതെ പാൽക്കപ്പ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം തിന്ന് നമ്മളൊരു പരിവായി. പിന്നെ അവസാനം നമുക്കൊരു ചായയും കോഫിയും അവിടെ കിട്ടും. അതും കൂടെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോന്നു.